വർഷം 1997 ഓഗസ്റ്റ് 29 മനുഷ്യരും മെഷീനുകളും തമ്മിൽ ഒരു യുദ്ധം നടന്നു. വളരെ ഭീകരമായ ഒരു യുദ്ധമായിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആ ദിവസത്തെ ജഡ്ജ്മെന്റ് ഡേ എന്നാണ് വിളിച്ചത്. അന്ന് മനുഷ്യർ ഒരു കാര്യം പഠിച്ചു: പുതിയൊരു ഭീകരതയെ നേരിടുക. അങ്ങനെ വീണ്ടും മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലുള്ള ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മെഷീനുകളെ നിയന്ത്രിക്കുന്നത് സ്കൈനെറ്റ് എന്നു പേരുള്ള ഒരു കമ്പ്യൂട്ടറാണ്. അത് 2 ടെർമിനേറ്ററുകളെ ഭൂതകാലത്തേക്ക് അയച്ചു. അവരുടെ മിഷൻ എന്ന് പറയുന്നത് മനുഷ്യരെ നയിക്കുന്ന ലീഡറെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതായത് സാറാ കോണറുടെ മകനായ ജോൺ കോണറിനെ. ജോൺ ജനിക്കുന്നതിന് മുമ്പ് 1984 സാറാ കോണറിനെ കൊല്ലാൻ വേണ്ടി ഒരു യന്ത്രമനുഷ്യനെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മിഷൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ജോൺ കുട്ടിയായിരിക്കുമ്പോൾ അവനെ കൊല്ലാനായി 2ാമത്തെ ടെർമിനേറ്ററിനെ അവർ പ്രോഗ്രാം ചെയ്തു. മുമ്പത്തെ പോലെ തന്നെ ജോണിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയും ഒരു ടെർമിനേറ്ററിനെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ആരാണ് ആദ്യം ജോണിന്റെ അടുത്ത് എത്താൻ പോകുന്നതെന്നാണ്. അങ്ങനെ ആദ്യത്തെ ടെർമിനേറ്റർ പാസ്റ്റിലേക്ക് എത്തി. പഴയതുപോലെ തന്നെ തുണിയൊന്നുമില്ലാതെയാണ് അവനോട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പം അവന് ധരിക്കാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് കണ്ടെത്തണം. അതിനുവേണ്ടി അവൻ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. കുറെ ആളുകൾ ആ ബാറിൽ കൂടിയിട്ടുണ്ട്. അവൻ അങ്ങോട്ട് തുണിയൊന്നും ഇല്ലാതെ വരുന്ന കാണുമ്പോൾ അവർക്കെല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. ഈ സമയം അവൻ അവിടുത്തെ ആളുകളൊക്കെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ആരുടെ ഡ്രസ്സാണ് തനിക്ക് മാച്ച് ആവുക എന്നാണ് അവനിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഈ ടെർമിനേറ്ററിന്റെ പേര് T-800 എന്നാണ്. ഇവനെ നമുക്ക് ബോബ് എന്ന് വിളിക്കാം. അങ്ങനെ അവൻ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാളെ തെരഞ്ഞെടുത്തു. അതിനുശേഷം അയാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് തന്റെ ഡ്രസ്സും അതുപോലെ പുറത്തു നിർത്തിയിട്ടിരിക്കുന്ന തന്റെ ബൈക്കും എനിക്ക് തന്നോ എന്നാണ് ബോബ് പറയുന്നത്. അത് കേൾക്കുന്ന അയാൾക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് എടുത്തിട്ട് അവന്റെ നെഞ്ചത്ത് കുത്തുകയാണ്. എന്നാൽ അവന്റെ ശരീരം മൊത്തം ഇരുമ്പാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അത് ഏൽക്കുന്നൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ വേറെ ആളുകളും അവനെ പിടിച്ചിടിക്കാൻ വരുന്നുണ്ട്. എന്നാൽ ബോബ് ആണെങ്കിൽ എല്ലാത്തിനെയും തൂത്തുവാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റ് ഒക്കെ കഴിയുമ്പോൾ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അവൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ബോബിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ വ്യക്തിയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ബോബ് നേരെ പുറത്തിരിക്കുന്ന ബൈക്കിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയത്താണ് വേറൊരുത്തനൊരു തോക്കും കൊണ്ടുവരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് അവന്റെ തോക്കും അതുപോലെ അവന്റെ പോക്കറ്റിലിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് ബൈക്ക് ഓടിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇതേ സമയം സിറ്റിയുടെ വേറൊരു ഭാഗത്ത് ഒരു പോലീസുകാരൻ പെട്രോളിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അയാളെ നോക്കുമ്പോൾ അവിടുത്തെ വേലിയിൽ വട്ടത്തിലൊരു തുള കാണുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2ാമത്തെ ടെർമിനേറ്റർ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് T-1000 എന്നാണ്. വന്ന ഉടനെ തന്നെ ആ ടെർമിനേറ്റർ ആ പോലീസുകാരനെ കൊന്നുകളയാണ്. എന്നിട്ട് ആ പോലീസ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അയാളുടെ കാറിന്റെ അകത്തേക്ക് കയറുന്നു. എന്നിട്ട് ആ കാറിലെ കമ്പ്യൂട്ടറിൽ ജോൺ കോണറിന്റെ അഡ്രസ്സാണ് അവനിപ്പോ ചെക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആ അഡ്രസ്സ് അവൻ കണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇനി കാണിക്കുന്നത് ജോൺ കോണറിനെയാണ്. ജോൺ ഇപ്പൊ താമസിക്കുന്നത് അവന്റെ അമ്മയുടെ കൂടെയല്ല. അവനിപ്പോ 2 പേര് ദത്തെടുത്തിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സിനിമയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം സാറാ കോണറിനെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരുണ്ടായ കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞത് ഭാവിയിൽ നിന്നൊരു ടെർമിനേറ്റർ വന്നു, അവനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതാണ്. എന്നാൽ പോലീസുകാരൊന്നും അത് വിശ്വസിച്ചില്ല. മാത്രമല്ല അവൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് അവളെ ഇപ്പൊ പ്രാന്താശുപത്രിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോൺ കോണർ ഇപ്പൊ വേറെ ആൾക്കാരുടെ കൂടെ താമസിക്കുന്നത്. അവന്റെ പുതിയ പാരന്റ്സിന് അവൻ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കാറുമില്ല. ഇപ്പൊ അവനൊരു ബൈക്കൊക്കെ റെഡിയാക്കിയിട്ട് അവന്റെ ഫ്രണ്ടിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ പോയി കുറച്ച് സമയം കഴിയുമ്പോൾ T-1000 അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ അവന്റെ പുതിയ പാരന്റ്സിന്റെ അടുത്ത് ജോൺ കോണർ എവിടെയാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുകയാണ്, എന്താണ് അവൻ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെയാണ് അവന്റെ പാരന്റ്സ് ചോദിക്കുന്നത്. പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അവന്റെ ഫോട്ടോ വല്ലത് ഇവിടെ ഇരിപ്പുണ്ടോ അയാൾ ചോദിക്കുന്നു. ഈ സമയം അവർ ആ ഫോട്ടോ എടുത്തിട്ട് T-1000 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ മറ്റൊരു കാര്യം കൂടെ പറയാൻ തുടങ്ങി. നിങ്ങളെ പോലെ തന്നെ വേറൊരാളും അവൻ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാള്. ആ അന്വേഷണവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് T-1000 ആ ഫോട്ടോയുമായിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം തന്നെ ജോൺ അവന്റെ ഫ്രണ്ടും കൂടെ ഒരു ATMന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഹാക്കിംഗ് ഡിവൈസ് ആണത്. അത് വെച്ചിട്ട് അവൻ ആ ATM ഒക്കെ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് കുറെ പൈസ എടുക്കുകയാണ്. ഇതേ സമയം തന്നെ സാറാ കോണറിന്റെ ഡോക്ടർ ഇപ്പോ അവളോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാവിയിൽ നിന്നും ഒരു ടെർമിനേറ്റർ അവൾ അറ്റാക്ക് ചെയ്യാൻ വന്നു, അയാളുമായിട്ടുള്ള ഫൈറ്റിനിടയിലാണ് ആ ഫാക്ടറി തകർന്നു പോയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറഞ്ഞത്. അതിനെ തുടർന്നാണ് അവളെ പോലീസ് പിടിച്ചതും അവളിപ്പോ ഭ്രാന്താശുപത്രിയിലായതും. പക്ഷെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളിപ്പോ ആ അടവൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ എന്റെ ഒരു ഇല്യൂഷന്റെ പുറത്താണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവളിപ്പോ ആ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് മൈൽസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റിനെയാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കണ്ടുപിടുത്തത്തിന്റെ തുടക്കമാണ് അയാളിപ്പോൾ അയാളുടെ കമ്പനിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് ആദ്യത്തെ ടെർമിനേറ്ററിന്റെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നാണ്. അത് ഭാവിയിൽ നിന്ന് വന്നാണല്ലോ. അതിന്റെ ചിപ്പും ആ ടെർമിനേറ്ററിന്റെ ഒരു കൈയും ആ കമ്പനിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഭാവിയിൽ വരാൻ പോകുന്ന ആ വലിയ കണ്ടുപിടുത്തം അയാൾ നടത്താൻ പോകുന്നത്.
ഈ സമയവും സാറ കോർണറും ആ ഡോക്ടറും തമ്മിൽ സംസാരിക്കുകയാണ്. സാറ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമില്ലേ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ലല്ലോ, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അവളുടെ സംസാരത്തിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് വെളിയിലേക്ക് വിടാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന സാറയാണെങ്കിൽ അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ വന്നിട്ട് അവൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇതേ സമയം ബോബ് ആണെങ്കിൽ ജോണിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു പാലത്തിന്റെ അടിയിൽ വെച്ചിട്ട് അവൻ ജോണിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബോബ് ഉടനെ തന്നെ ജോണിനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. ഈ സമയം T-1000 ആണെങ്കിൽ സിറ്റിയിൽ മറ്റൊരു ഭാഗത്താണ്. അവൻ അവിടെയുള്ള 2 പെൺകുട്ടികളുടെ അടുത്ത് ജോൺ കോർണറിനെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവര് പറയുന്നത് അവനൊരു സ്ഥലത്തേക്ക് ഗെയിം കളിക്കാൻ പോയിരിക്കുകയാണെന്നാണ്. അത് കേട്ട ഉടനെ തന്നെ അയാളും ആ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ T-1000 ആ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അതേപോലെ തന്നെ ബോബും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരവിടേക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ T-1000 ജോണിന്റെ ഫ്രണ്ടിന്റെ അടുത്താണ് അവനെ കുറിച്ച് അന്വേഷിക്കുന്നത്. എന്നാൽ അയാൾ ഒരു പോലീസുകാരനാണ് എന്നാണ് ഫ്രണ്ട് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ എനിക്ക് അറിയത്തില്ല എന്നാണ് അവൻ അയാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ആ ഫ്രണ്ട് നേരെ ജോണിന്റെ അടുത്തേക്ക് പോയിട്ട്, നിന്നെ ഒരു പോലീസുകാരൻ അന്വേഷിക്കുന്നുണ്ട്, വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെ പറയാൻ തുടങ്ങി. അത് കേട്ട ഉടനെ തന്നെ ജോൺ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൻ കുറെ ഓടി ഒരു കോറിഡോറിന്റെ അടുത്തെത്തുമ്പോഴാണ് T-800 അവന്റെ മുന്നിലേക്ക് വരുന്നത്. അയാൾ ഒരു തോക്കും പിടിച്ചിട്ടാണ് വരുന്നത്. എന്നാൽ ഈ ഒരു നിമിഷത്തിലാണ് T-800 വില്ലനാണോ അതോ നായകനാണോ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ പാട്ടിൽ ഇവൻ വില്ലനായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ T-800 നായകനാണ്. അവൻ ആ തോക്കെടുത്ത് ജോണിന്റെ പുറകെ വരുന്ന T-1000 ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉടനെ തന്നെ അവൻ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഈ T-1000 ശരീരം എന്ന് പറയുന്നത് ലിക്വിഡ് മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ തുള വീണാലും ഉടനെ തന്നെ അതൊക്കെ റെഡി ആയിട്ട് വരും. അങ്ങനെ 2 ടെർമിനേറ്ററുകളും തമ്മിൽ പരസ്പരം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ വെടിവെച്ച് വീഴ്ത്തിയെങ്കിലും അവന്റെ ശരീരം വീണ്ടും പഴയതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജോൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. T-1000 ആണെങ്കിൽ അവനെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ചേസിംഗ് ആണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ബോബ് ജോണിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ T-1000 ഉണ്ടായിരുന്ന ആ ട്രക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ T-1000 ശരീരം ലിക്വിഡ് മെറ്റൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കത്തിപ്പോയെങ്കിലും അവൻ വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയാണ്. അങ്ങനെ ബോബ് ജോണിനെയും കൊണ്ട് പോകുന്നത് സിറ്റിയിൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത്രയും നേരത്തെ ഫൈറ്റിൽ നിന്നും അവനൊരു ടെർമിനേറ്റർ ആണ് എന്ന കാര്യം ജോണിന് മനസ്സിലായി. അവന്റെ അമ്മ ഈ ടെർമിനേറ്ററെ കുറിച്ച് കുറെ കാലം മുമ്പ് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരെ പോലെ തന്നെ അവന്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് എന്ന് തന്നെയാണ് അവനും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ ടെർമിനേറ്ററിനെ നേരിട്ട് കണ്ടപ്പോൾ അവന് ശരിക്കും വിശ്വാസമായി. ഈ സമയം T-800 അവനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞാൻ സൈബർഡൈൻ സിസ്റ്റത്തിന്റെ മോഡൽ 101 ആണ്. എന്റെ ശരീരം മൊത്തം ലിവിംഗ് ടിഷ്യൂസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. എന്റെ ഇവിടുത്തെ മിഷൻ എന്ന് പറയുന്നത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. 35 വർഷങ്ങൾക്ക് ശേഷമുള്ള നീ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബോബ് അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ജോണിനാണെങ്കിൽ ഒരു അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ നേരത്ത് മറ്റേ ടെർമിനേറ്ററിനെ കുറിച്ചിട്ടും ജോൺ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവനൊരിക്കലും എന്നെ പോലെയല്ല, അവൻ T-1000 ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് പ്രോട്ടോടൈപ്പ്. അതൊരു മിമെറ്റിക് പോളി അലോയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് മെറ്റൽ വെച്ചിട്ടാണ് അവന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അവനൊരു പ്രത്യേക കഴിവുണ്ട്, ആരുടെ രൂപത്തിലേക്ക് വേണമെങ്കിലും അവന് മാറാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബോബ് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോ ഒരു ടെലിഫോൺ ബൂത്തിന്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആ ടെർമിനേറ്റർ തന്റെ വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ജോണിന് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കാര്യം അവരെ വിളിച്ച് മുൻകൂറായിട്ട് പറയാനാണ് അവൻ അവിടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഫോൺ വിളിച്ചു കഴിയുമ്പോൾ അവന്റെ വളർത്തമ്മയാണെങ്കിൽ വളരെ സ്നേഹത്തോടെയാണ് അവനോട് സംസാരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ജോണിന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല അവരുടെ പട്ടിയാണെങ്കിൽ വല്ലാണ്ട് കുരയ്ക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ജോൺ എന്തൊക്കെയോ സംശയമായി. ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ജോണിന്റെ സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോഴും അവന്റെ വളർത്തമ്മയാണെങ്കിൽ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അതിൽ നിന്നും ടെർമിനേറ്റർ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം ബോബിന് മനസ്സിലായി. അവൻ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം നിന്റെ വളർത്തച്ഛന്റെയും വളർത്തമ്മന്റെയും പണി കഴിഞ്ഞു, നമുക്ക് വേഗം തന്നെ ഈ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് ബോബ് പറയുന്നത്. അവന്റെ ആ നിഗമനം ശരിയായിരുന്നു. ആ T-1000 തന്നെയാണ് അവന്റെ ആ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നത്. അതിപ്പോ ജോണിന്റെ വളർത്തമ്മയുടെ രൂപത്തിലാണ്. മാത്രമല്ല അയാളിപ്പോ അവന്റെ വളർത്തച്ഛനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാളുടെ പണി തീർത്തതിനു ശേഷം ആ T-1000 ആണെങ്കിൽ അയാളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയാണ്. അതിനുശേഷം വേഗം ചെന്നിട്ട് ജോണിന്റെ റൂമൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവിടെ നിന്നും ജോണിന്റെ അമ്മ അവനയച്ച കുറെ കത്തുകളും ഫോട്ടോസും ഒക്കെ ആ T-1000 കണ്ടെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് പോലീസുകാരൊക്കെ വന്നിട്ട് സാറയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോ ആ T-800 പുതിയൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ആ
ഗെയിമിംഗ് സെന്ററിലേക്ക് പോയപ്പോൾ അവിടുത്തെ CCTV-യിൽ പതിഞ്ഞാണ് അവർ കഴിഞ്ഞ സിനിമയിൽ വന്ന ടെർമിനേറ്ററിന്റെയും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ സാമ്യമുണ്ടല്ലോ. മാത്രമല്ല ജോണിന്റെ വളർത്തച്ഛനും വളർത്തമ്മയും കൊല്ലപ്പെടുകയും ചെയ്തു. അതിന്റെ കാരണം ഇവനായിരിക്കും എന്നാണ് പോലീസുകാർ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനാണ് അവരിപ്പോ സാറയെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ സാറയാണെങ്കിൽ ഒരക്ഷരം പോലും പറയുന്നില്ല. പക്ഷെ ആ സംസാരത്തിനിടയിൽ നൈസായിട്ട് അവൾ ഒരു പിൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ ജോൺ ആണെങ്കിൽ ബോബിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ നിന്ന് ജോൺ തന്നെയാണല്ലോ ഈ ബോബിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോൺ പറഞ്ഞു കഴിഞ്ഞാലും ബോബ് അനുസരിക്കണം. ഈ ജോൺ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇനി മേലാൽ ഒരാളെയും കൊല്ലാൻ പാടില്ല. നീ ഒരു മെഷീനായിരിക്കും, പക്ഷെ ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് വേദനയും വികാരങ്ങളും അങ്ങനെയുള്ള പല ഫീലിങ്സും ഉണ്ട്. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നീ ആരെയും കൊല്ലാൻ പാടില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്റെ അമ്മയെ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാലം എന്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതല്ല എന്ന് എനിക്ക് ഇപ്പൊ വിശ്വാസമായി. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിക്കണം എന്നൊക്കെയാണ് അവനിങ്ങനെ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും T-1000 ആണെങ്കിൽ അവന്റെ അമ്മയെ പിടിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസുകാരനായതുകൊണ്ട് തന്നെ അവിടുത്തെ കാവൽക്കാരൻ T-1000ന്റെ വണ്ടി അകത്തേക്ക് കടത്തിവിടാണ്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ സാറയാണെന്നുണ്ടെങ്കിൽ ആ പിന്ന് ഉപയോഗിച്ചിട്ട് അവളുടെ ആ ലോക്ക് കഴിച്ചു മാറ്റിയിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും T-1000 ആ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയം തന്നെ വേറൊരു പോലീസുകാരൻ ആ ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അയാളിപ്പോ അവിടുത്തെ വെൻഡിംഗ് മെഷീന്റെ അകത്തു നിന്നും ഒരു കോള എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് T-1000 അങ്ങോട്ട് വരുന്നത്. അവനിപ്പോ അവിടുത്തെ ഫ്ലോറിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ആ ഫ്ലോറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അവിടെ നിൽക്കുന്ന ആ പോലീസുകാരന്റെ വേഷത്തിലേക്കാണ് അയാളിപ്പോ മാറിയിരിക്കുന്നത്. അതെല്ലാം കണ്ട് ആ പോലീസുകാരനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം T-1000 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വിരൽ ഇങ്ങനെ നീട്ടാൻ തുടങ്ങി. അതിനുശേഷം ആ വിരൽ വെച്ചിട്ട് ആ പോലീസുകാരനെ കൊന്നുകളയുന്നു. ഇതേ സമയം തന്നെ സാറയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നൊരു സെക്യൂരിറ്റിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ അടിച്ചിട്ടതിന് ശേഷം അവൾ വേഗം തന്നെ മുന്നോട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് അവളെ ഉപദ്രവിച്ച ആ ഡോക്ടറുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ ആ ഡോക്ടറുടെ ഒരു കൈ അവൾ തല്ലി ഓടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ബോബും ജോണും കൂടെ ആ ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് വരുന്നത്. പക്ഷെ അവരെ കയറ്റി വിടാൻ അവിടുത്തെ കാവൽക്കാരൻ തയ്യാറാവുന്നില്ല. അത് കണ്ട ഉടനെ തന്നെ ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാലിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി ഒരാളെയും കൊല്ലരുത് എന്ന കാര്യം ജോൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ബോബ് ഇപ്പോൾ അയാളുടെ കാലിന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം സാറയാണെങ്കിൽ ആ ഡോക്ടറുടെ കഴുത്തിൽ ഒരു സിറിഞ്ച് വെച്ചിട്ടാണ് മുന്നോട്ട് നടക്കുന്നത്. ആ സിറിഞ്ച് കുത്തിവെച്ച് കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും. അങ്ങനെ ഞാൻ ചെയ്യണ്ടെങ്കിൽ ഈ ഗേറ്റ് തുറന്നു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് അവൾ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത്. അവരാണെങ്കിൽ പേടിച്ച് ആ ഗേറ്റ് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ അയാൾ ഇടിച്ചിട്ടതിന് ശേഷം അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൾ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ബോബ് അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ സിനിമയിൽ അവനായിരുന്നല്ലോ വില്ലൻ. അങ്ങനെ പേടിച്ച അവളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ തിരിച്ചോടാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെയുള്ള കാവൽക്കാർ വന്ന് അവളെ പിടിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ബോബ് അങ്ങോട്ട് വന്നിട്ട് ആ കാവൽക്കാരെ മൊത്തം തൂക്കിയെടുത്ത് വലിച്ചെറിയുന്നത്. അങ്ങനെ അങ്ങോട്ട് വന്ന 2 സെക്യൂരിറ്റികളുടെയും പണി അവൻ ഉടനെ തന്നെ തീർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും സാറയുടെ ആ പേടി അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. ജോൺ ആണ് അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതായത് ഇവൻ വില്ലനല്ല, നമ്മളെ രക്ഷിക്കാനാണ് ഇവനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയത്താണ് ആ T-1000 അങ്ങോട്ട് വരുന്നത്. അവൻ നടന്നു വരുന്ന വഴിക്ക് ഒരു ഗേറ്റ് ഉണ്ട്. എന്നാൽ അവൻ അതൊന്നും ബാധകമല്ല. കൂളായിട്ട് അവൻ അതിന്റെ ഇടയിൽ കൂടെ നടന്നിട്ട് പോരാണ്. ഇതെല്ലാം ആ ഡോക്ടറും കാണുന്നുണ്ട്. അവനെ കണ്ട് അയാളും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൻ അങ്ങോട്ട് വരുന്ന കണ്ട ഉടനെ തന്നെ ബോബ് ആ T-1000 നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഷൂട്ട് ഔട്ട് നടക്കുന്നതിനിടയിൽ സാറയും ജോണും വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവർ 3 പേരും നേരെ ഓടിക്കേറുന്നത് ഒരു ലിഫ്റ്റിന്റെ അകത്തേക്കാണ്. എന്നാൽ T-1000 അങ്ങോട്ട് വന്നിട്ട് അവന്റെ കൈ വെച്ച് ആ ലിഫ്റ്റ് തുറക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ബോബ് അവന്റെ തലയ്ക്ക് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ തല ചിതറി പോവുകയും ചെയ്യുന്നു. അങ്ങനെ T-1000ന്റെ തല വീണ്ടും ജോയിൻ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവൻ ആ ലിഫ്റ്റ് തുറക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവരാണെങ്കിൽ ലിഫ്റ്റ് വഴി താഴേക്ക് പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ T-1000 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ലിഫ്റ്റിന്റെ മുകളിലേക്ക് ചാടുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ബോബും T-1000 തമ്മിൽ വീണ്ടും ഷൂട്ട് ഔട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവർ ആ കാറിലത്തെ ഡ്രൈവറെ പിടിച്ചിറക്കിയിട്ട് വേഗം തന്നെ അത് ഓടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും T-1000 അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനിപ്പോ അവരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗംഭീര ചേസിംഗ് ആണ് ഇനി അങ്ങോട്ട് നടക്കുന്നത്. അങ്ങനെ അവനെ ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ചതിന് ശേഷം അവർ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജോൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ T-1000ന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം ആ കാറിന്റെ മുകളിലുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് വേഗം പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഈ സമയമാകുമ്പോഴേക്കും T-1000 ആ കഷ്ണത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ആ കഷ്ണമാണെങ്കിൽ മെൽറ്റ് ആയിട്ട് T-1000ന്റെ ശരീരത്തിലേക്ക് തന്നെ കയറി പോവാണ്.
ഈ സമയവും ബോബും ടീമും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലത്തിന് ശേഷമാണ് സാറ അവന്റെ മകനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും സന്തോഷമായി. എന്നാൽ ഈ ഒരു സമയത്ത് അവൾ അവന്റെ ശരീരമാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്റെ അടുത്തേക്ക് വന്നത് മണ്ടത്തരമായി പോയി ജോൺ, ഇനി ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കരുത്, കാരണം നിന്റെ ജീവൻ അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അമ്മയെ അവിടെ നിന്ന് എനിക്ക് പുറത്തിറക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും നിന്റെ സഹായം വേണ്ടിയിരുന്നില്ല, എന്തായാലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത്. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ശരിക്കും വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയം അവന്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അത് കാണുമ്പോൾ നിന്റെ കണ്ണിന് എന്തു പറ്റി എന്നാണ് ബോബ് ചോദിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അവൻ അതിന് മറുപടി പറയുന്നില്ല. ഈ സമയം സാറ അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്തിനാണ് നീ വന്നത്, എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെയാണ് അവൾ ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ബോബ് ആണെങ്കിൽ ഇപ്പൊ അതിന് മറുപടി പറയുന്നില്ല. എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് സേഫ് ആക്കണം, അതിനുള്ള ശ്രമത്തിലാണ് അവൻ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരിപ്പോ ആ കാർ ഒരു ഷെൽട്ടറിനകത്തേക്ക് ആക്കിയിരിക്കുകയാണ്. സാറയുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബോബ് ഇപ്പോ ആ മുറിവൊക്കെ തുന്നി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ നീ ചെയ്യുന്നത് എന്നാണ് അവളിപ്പോ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവളുടെ മുറിവൊക്കെ തുന്നി കെട്ടിയതിനു ശേഷം ബോബ് ഇപ്പോ അവന്റെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന വെടിയുണ്ടകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറെ എണ്ണം ഉണ്ടായിരുന്നത്. സാറയാണ് ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ കോട്ടാണെങ്കിൽ ഇപ്പൊ ഒരു വല പോലെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിനക്ക് വെടി കൊള്ളുമ്പോൾ വേദനിക്കത്തില്ലേ? വളരെ കൗതുകത്തോടെയാണ് ജോൺ അത് ചോദിക്കുന്നത്. വെടി കൊള്ളുമ്പോൾ എനിക്ക് പരിക്കേറ്റതായിട്ട് അനുഭവപ്പെടും. ആ ഒരു ഡാറ്റയെ പെയിൻ എന്നാണ് പറയുന്നത് എന്നൊരു മറുപടിയാണ് ബോബ് കൊടുക്കുന്നത്. നിനക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? ജോൺ വീണ്ടും ചോദിക്കുന്നു. എന്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പവർ സെല്ല് ഉപയോഗിച്ചിട്ട് 120 വർഷങ്ങൾ വരെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ നിന്നിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാത്ത കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ സാധിച്ചേക്കും. നീ എപ്പോഴും ഇങ്ങനെ പൊട്ടനായിട്ട് നടക്കേണ്ട കാര്യം ഉണ്ടാവത്തില്ല, ജോൺ പറയുന്നു. അത് കേൾക്കുമ്പോൾ എന്റെ CPU എന്ന് പറയുന്നത് ഒരു ന്യൂറൽ നെറ്റ് പ്രൊസസ്സറാണ്, സ്വയം പഠിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ. പക്ഷെ ഞങ്ങൾ അയച്ചപ്പോ സ്കൈനെറ്റ് ആണെങ്കിൽ അത് റീഡ് ഓൺലി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എനിക്ക് പുതിയ പ്രോഗ്രാമുകൾ പഠിക്കാൻ പറ്റും എന്നൊക്കെയാണ് ബോബ് പറയുന്നത്. അങ്ങനെ അവർ ഉടനെ തന്നെ അവന്റെ ശരീരത്തിലെ ആ CPU സെറ്റിംഗ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അത് അവന്റെ തലയ്ക്കകത്താണ്. തലയിൽ ഒരു പാളി മാറ്റി കഴിഞ്ഞാൽ അകത്തായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സാർ ആ CPU പുറത്തേക്ക് എടുക്കുകയാണ്. അത് പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ ബോബ് ആണെങ്കിൽ പിന്നെ അനങ്ങുന്നില്ല, അവൻ സ്റ്റക്കായിരിക്കുകയാണ്. പക്ഷെ ആ CPU പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ സാറയാണെങ്കിൽ അത് തല്ലി പൊട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്കൈനെറ്റ് തന്നെയാണ് അവൻ അയച്ചിരിക്കുന്നത്. പക്ഷെ ഭാവിയിലെ ജോൺ അവനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇവിടുത്തെ ജോണിനെ രക്ഷിക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ അവൻ വീണ്ടും പഴയതുപോലെ തന്നെ ആവോ എന്നൊരു പേടി അവക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ അത് തല്ലി പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ജോൺ അതിന് സമ്മതിക്കുന്നില്ല. അരുത്, ഇവനെ കൊല്ലരുത്, നമുക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഭാവിയിൽ ഇപ്പം നടക്കുന്ന എല്ലാ കാര്യത്തിന്റെ ഏക തെളിവെന്ന് പറയുന്നത് ഇവൻ ഒറ്റൊരുത്തനാണ്. മാത്രമല്ല ഇവനിപ്പോ എന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. മാത്രമല്ല ഇനിയിപ്പോ ഭാവിയിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ ലീഡർ ഞാനാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ അവളെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവളെ പിന്നെ ആ CPU നശിപ്പിക്കാനുള്ള ശ്രമം അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ആ CPU ഒക്കെ റീസെറ്റ് ചെയ്തിട്ട് അവർ വീണ്ടും അവന്റെ തലയ്ക്കകത്ത് തന്നെ വെച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബോബ് ഓൺ ആവുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ജോൺ ആണെങ്കിൽ ബോബിന് ഓരോരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അവനോട് എന്ത് ചോദ്യം ചോദിച്ചാലും കമ്പ്യൂട്ടർ പറയുന്ന പോലെ തന്നെയാണ് അവൻ അതിന് മറുപടി പറയാ. എന്നാൽ അങ്ങനെ പറയാൻ പാടില്ല. സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന പോലെ തന്നെ നീയും ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കണം. അതായത് ആരെങ്കിലും നിന്റെ അടുത്ത് ഉടക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉടക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കണം. ഇനിയിപ്പോ നിനക്ക് ആരോടെങ്കിലും ബൈ പറയണമെന്നുണ്ടെങ്കിൽ ഹസ്തല വിസ്ത ബേബി എന്നും പറയണം. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോൺ ഇപ്പൊ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവരിപ്പോ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. സാധനം വാങ്ങാൻ വേണ്ടി സാറ ഇപ്പോ അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഈ സമയം ജോൺ ആണെങ്കിൽ അവൻ ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ചിരിക്കേണ്ടത് എന്നൊക്കെ അവൻ ബോബിന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ബോബ് ആണെങ്കിൽ അവനെ നോക്കി വളിഞ്ഞൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് സാറ അവന്റെ അടുത്ത് ഭാവിയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്കൈനെറ്റ് നിർമ്മിക്കപ്പെട്ടത്, ആരാണത് ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മൈൽസ് ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ആളാണ് ഈ സ്കൈനെറ്റ് നിർമ്മിക്കാൻ കാരണം. അയാൾ സൈബർഡൈൻ സിസ്റ്റത്തിന്റെ സ്പെഷ്യൽ പ്രൊജക്ട് ഡയറക്ടറാണ്. ഇനി ഇവിടുന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവനൊരു മൈക്രോ പ്രൊസസർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് 3 വർഷത്തിനുള്ളിൽ മിലിറ്ററി കമ്പ്യൂട്ടർ സിസ്റ്റംസ് സപ്ലൈ ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനിയായിട്ട് ഈ സൈബർഡൈൻ മാറും. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളൊക്കെ സൈബർഡൈൻ സിസ്റ്റം ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ വിമാനങ്ങൾ ഓടിക്കാൻ പൈലറ്റിന്റെ ആവശ്യം ഉണ്ടാവത്തില്ല. അങ്ങനെ ഉടനെ തന്നെ സ്കൈനെറ്റിന് സർക്കാർ അംഗീകാരം ലഭിക്കും.
1997 ഓഗസ്റ്റ് 4 ആ സിസ്റ്റം പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നീട് മനുഷ്യന്റെ തീരുമാനങ്ങളൊക്കെ സ്ട്രാറ്റജിക് ഡിഫൻസിൽ നിന്നും അത് നീക്കം ചെയ്യും. മാത്രമല്ല സ്കൈനെറ്റ് ഒരുപാട് അറിവുകൾ ആർജിക്കാൻ തുടങ്ങും. അങ്ങനെ ഓഗസ്റ്റ് 29 പുലർച്ചെ 2:15 അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. പെട്ടെന്നുള്ള പേടിയിൽ മനുഷ്യരതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. അങ്ങനെ വന്നപ്പോ സ്കൈനെറ്റ് തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ യുദ്ധം ആരംഭിച്ചത് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ മൈൽസ് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന ഡീറ്റെയിൽസും കൂടെ ബോബ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മൈൽസ് ആണെങ്കിൽ അവന്റെ വീട്ടിലാണ്. അവനിപ്പം ആ പ്രൊസസർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ഭാര്യയും 2 മക്കളും അടക്കമുള്ള ഒരു കുടുംബമായിട്ടാണ് അവനിപ്പോ ജീവിക്കുന്നത്. അങ്ങനെ സാറ നേരെ പോകുന്നത് അവളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. ഇയാൾ ഒരു മിലിറ്ററിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആയുധങ്ങളൊക്കെ അയാൾ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ആയുധങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് അവർ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ബോബ് ഉടനെ തന്നെ ജോണിനെയും കൂട്ടി ചെന്നിട്ട് അവിടുന്ന് തോക്കുകളും മറ്റുമൊക്കെ എടുക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ജോണും ബോബും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവന്റെ അമ്മയെ സംബന്ധിച്ചിട്ട് അത് ശരിക്കും അവർക്ക് ആശ്വാസമാണ്. കാരണം അവനെയും കൂടെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇവിടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും ആവശ്യം കഴിഞ്ഞിട്ട് അവളെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവളെ സംബന്ധിച്ചിട്ട് ഈ ബോബ് ഇപ്പോൾ ജോണിന്റെ ഏറ്റവും വലിയൊരു സംരക്ഷകനാണ്. എന്തുണ്ടായാലും ബോബ് അവനെ വിട്ടു പോകത്തില്ല എന്ന കാര്യം അവൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി വെച്ചിട്ട് അവിടുത്തെ മേശയിൽ എന്തൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെ കൂട്ടാതെ അവൾ പെട്ടെന്ന് തന്നെ ഒരു കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ജോൺ നോക്കുന്നത് ആ ടേബിളിൽ അവൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒന്നും വിധിയല്ല, എല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് എന്നാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം അവന്റെ അച്ഛൻ സാറയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതേ വാക്കുകൾ ഭാവിയിൽ ഈ ജോൺ തന്നെയാണ് അവന്റെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത്. ആ വാക്കുകളിൽ നിന്നും അവൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതായത് ആ മൈൽസിനെ കൊല്ലാനാണ് അവൾ ഇപ്പോൾ പോയിരിക്കുന്നത്. ഇപ്പൊ അവനെ കൊന്നു കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ അങ്ങനെ ഒരു യുദ്ധം നടക്കത്തില്ല. അതാണ് അവളുടെ ശ്രമം. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബോബും ജോണും കൂടെ വേഗം തന്നെ അവളുടെ പുറകെ പോവാണ്. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോ സാറ ഇപ്പൊ മൈൽസിന്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സമയം മൈൽസ് ആണെങ്കിൽ അവന്റെ കമ്പ്യൂട്ടറിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അവൾ ഉടനെ തന്നെ അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തെ വെടി അവന് കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ തുടരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. മൈൽസ് ആണെങ്കിൽ വേഗം തന്നെ അവിടെ മറിഞ്ഞിരിക്കാൻ തുടങ്ങി. അങ്ങനെ ദൂരെ നിന്ന് അവനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ വീട്ടിനകത്തേക്ക് പോവാണ്. അതിനിടയിൽ അവൾ ഷൂട്ട് ചെയ്തപ്പോൾ അവന്റെ കൈയിനത് കൊള്ളുന്നുണ്ട്. ഈ സമയം അവളെ തടയാൻ വേണ്ടി അവന്റെ ഭാര്യയും മക്കളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവളാണെങ്കിൽ അവനെ കൊന്നേ അടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ്. അങ്ങനെ ഉടനെ തന്നെ അവൾ മൈൽസിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ ഒരൊറ്റൊരുത്തം കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് മരിച്ചേ പറ്റൂ എന്നൊക്കെയാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മൈൽസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അവൾക്ക് അവനെ കൊല്ലാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ജോണും ബോബും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബോബ് ഉടനെ തന്നെ മൈൽസിനൊന്ന് പരിശോധിച്ചതിന് ശേഷം പേടിക്കാനൊന്നുമില്ല, കയ്യിലാണ് വെടികൊണ്ടിരിക്കുന്നത്, അധികം ചോര കളയാതിരുന്നു കഴിഞ്ഞാൽ നീ മരിക്കത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ആരാണ് എന്ന് മൈൽസ് ചോദിക്കുന്നുണ്ട്. ഈ സമയം ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി എടുത്തിട്ട് അവന്റെ കയ്യിലെ തൊലി മൊത്തം ഊരി മാറ്റുകയാണ്. അവന്റെ കൈ മൊത്തം ഇരുമ്പാണല്ലോ. അത് കണ്ടിട്ട് മൈൽസിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഭാവിയിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യത്തിനെ കുറിച്ചിട്ടും ബോബ് ഇപ്പൊ മൈൽസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. താൻ കാരണം 3 ബില്യൺ ആളുകൾ മരിക്കാൻ പോകുന്നൊക്കെ അറിയുമ്പോൾ അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തിവെക്കാം എന്നവൻ അവരുടെ അടുത്ത് സമ്മതിക്കുകയാണ്. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. അവനിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവന്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല പഴയ ടെർമിനേറ്ററിന്റെ ചിപ്പും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും കൂടെ നശിപ്പിച്ച് കളയണം. എങ്കിൽ മാത്രമേ ഭാവി സുരക്ഷിതമാവൂ. അതുകൊണ്ട് തന്നെ അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അവർ ഉടനെ തന്നെ സൈബർഡൈൻ എന്ന പേരുള്ള കമ്പനിയിലേക്ക് പോവാണ്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം അവരതിന്റെ അകത്തേക്ക് എത്തി. എന്നാൽ അതിന്റെ അകത്തേക്ക് എത്തി കഴിയുമ്പോഴാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. മൈൽസിന്റെ കയ്യിലുള്ള കാർഡ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെയുള്ള ഒരു കാര്യം ഓപ്പൺ ആക്കാനും പറ്റുന്നില്ല. ഇതേ സമയം സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് അതിക്രമിച്ച് കയറിയ കാര്യങ്ങളൊക്കെ പോലീസുകാർ അറിയിച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ മൈൽസ് ആണെങ്കിൽ ലാബിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഡോറും അവന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് കാണുന്ന ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ഒരു തോക്ക് വെച്ചിട്ട് ആ ഡോറ് മൊത്തം തകർത്ത് കളയാണ്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ T-1000 ആണെങ്കിൽ ആ മൈൽസിന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അവൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ തകർന്നു പോയതായിട്ടാണ് കാണുന്നത്. അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കയ്യിലുള്ള വയർലെസ്സിൽ ഒരു മെസ്സേജ് വരുന്നത്. ആ സൈബർഡൈൻ ബിൽഡിംഗ് ആരോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മെസ്സേജ് വരുന്നത്. ഇതേ സമയം തന്നെ മൈൽസും കൂട്ടരും അവനുണ്ടാക്കി വെച്ച അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചിട്ട് നശിപ്പിക്കാനാണ് അവരിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരിപ്പം മൊത്തത്തിൽ ആ ബിൽഡിംഗ് വളഞ്ഞിരിക്കുകയാണ്. ആ കാര്യം ജോൺ ആണ് ബാക്കിയുള്ളവരുടെ അടുത്ത് വന്ന് പറയുന്നത്. ഈ സമയം ബോബും മൈൽസും കൂടെ അവിടെ മൊത്തം തകർക്കാൻ വേണ്ടി അവിടെ ബോംബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെ വളഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബോബ് വേഗം ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാണ്. അതിനുശേഷം അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ആ പോലീസുകാരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആരെയും കൊല്ലാൻ പാടില്ല എന്ന കാര്യം ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാരെ ഒന്നും അവൻ കൊല്ലുന്നില്ല. പകരം പോലീസുകാരെ വന്ന വണ്ടി മൊത്തം നശിപ്പിച്ചു കളയാണ്.
ഈ സമയം തന്നെ മൈൽസും ജോണും നേരെ പോകുന്നത് ആ വോൾട്ടിന്റെ അകത്തേക്കാണ്. അവിടെയാണ് മറ്റേ ടെർമിനേറ്ററിന്റെ ആ അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവർ ഉടനെ തന്നെ അത് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പോലീസുകാരൊക്കെ ആ ബിൽഡിങ്ങിനകത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. മൈൽസിനാണ് ആ വെടി മൊത്തം കൊള്ളുന്നത്. പോലീസുകാരൊക്കെ അവന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ ആ ഡെറ്റനേറ്ററും കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്നു പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും T-1000 ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബോബും ടീമും കൂടെ ഒരു വാനും എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഇതെല്ലാം ആ ബിൽഡിങ്ങിന്റെ അകത്ത് ഇരുന്നിട്ട് T-1000 കാണുന്നുണ്ട്. പക്ഷെ അവനിപ്പോ ആ ബിൽഡിങ്ങിന്റെ മുകളിലാണുള്ളത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അടുത്തുള്ള ആ ബൈക്ക് വെച്ചിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് ജമ്പ് ചെയ്യാണ്. ഈ സമയം ഒരു ഹെലികോപ്റ്റർ അതിലെ പറന്നു പോകുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവന്റെ ശരീരം മെൽറ്റ് ചെയ്ത് ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്കാണ് കയറുന്നത്. എന്നിട്ട് അതിലെ പൈലറ്റിനെ പുറത്താക്കിയതിനു ശേഷം ആ ഹെലികോപ്റ്റർ എടുത്ത് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു ഗംഭീര ചേസിംഗ് കൂടെ നടക്കുകയാണ്. അങ്ങനെ ആ ഹെലികോപ്റ്റർ പൂർണ്ണമായിട്ടും തകർന്നുപോയി. അതോടൊപ്പം തന്നെ ബോബ് ഓടിക്കുന്ന ആ വണ്ടിയുടെ ടയർ പൊട്ടി അതും മറിഞ്ഞു വീഴാണ്. ഈ സമയത്താണ് ഒരു ട്രക്ക് അങ്ങോട്ട് വരുന്നത്. അവിടെ ആ ആക്സിഡന്റ് നടന്നു കണ്ടിട്ട് ആ ട്രക്ക് നിർത്തിയിട്ട് അതിന്റെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ T-1000 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളെ കൊന്നു കളഞ്ഞ് ആ ട്രക്കും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ബോബും ടീമും ഒരു കാറിനകത്താണുള്ളത്. ആ ട്രക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ കാറ് മൊത്തം ഇടിച്ചു പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രണ്ട് വണ്ടികളും അവിടെയുള്ള ഒരു സ്റ്റീലിന്റെ ഫാക്ടറിക്ക് അകത്തേക്കാണ് കയറി പോകുന്നത്. ആ T-1000 വിടാതെ അവരെ ഫോളോ ചെയ്യുന്ന കാണുമ്പോൾ ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ ട്രക്കിന്റെ മുകളിലേക്ക് കയറാണ്. എന്നിട്ട് തുടരെ ആ T-1000 നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവൻ ആ ട്രക്കിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ച് വലിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് നിയന്ത്രണം വിട്ട് മറിഞ്ഞു പോവുകയും ചെയ്യുന്നു. ആ ട്രക്കിനകത്തുള്ളത് ലിക്വിഡ് നൈട്രജൻ ആണ്. അത് ദേഹത്തായതുകൊണ്ട് തന്നെ T-1000 ഇപ്പൊ മൊത്തത്തിൽ ഫ്രീസ് ആയി പോയിട്ടുണ്ട്. ഈ സമയം ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ T-1000 നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ T-1000 പൂർണ്ണമായിട്ടും പൊടിഞ്ഞു പോകുന്നു. എന്നാൽ അധിക സമയത്തേക്ക് ഇല്ലാതെ അവൻ പൊടിഞ്ഞു പോയതിന്റെ തൊട്ടപ്പുറത്തായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റീൽ ഉണ്ട്. അതിന്റെ ചൂട് തട്ടിയിട്ട് ആ T-1000 പീസുകളൊക്കെ ഉരുകാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ലിക്വിഡ് ആയിട്ട് വീണ്ടും ഇങ്ങനെ കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ബോബും ടീമും വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ പഴയ അവസ്ഥയിലായി T-1000 വീണ്ടും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബോബും ടീമും ഇപ്പൊ നേരെ ആ ഫാക്ടറിക്ക് അകത്ത് എത്തിയിട്ടുണ്ട്. അവിടെ മൊത്തത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന സ്റ്റീലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഏരിയ മൊത്തം നല്ല ചൂടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവരതിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ T-1000 അങ്ങോട്ട് വരുന്നത്. അങ്ങനെ T-1000 ബോബും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടക്കാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ T-1000 ബോബിനെ ഒരു മെഷീന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോബിന്റെ ഇടത് കൈ മൊത്തം തകർന്നു പോവാണ്. അതിനിടയിൽ T-1000 നേരെ പോകുന്നത് സാറയുടെ അടുത്തേക്കാണ്. ഈ സമയം സാറയാണെങ്കിൽ ആ T-1000 തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ തുളഞ്ഞ ഭാഗം വീണ്ടും ഇങ്ങനെ കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ T-1000 സാറയെ പിടിച്ചതിന് ശേഷം അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവനിപ്പോ അവന്റെ വിരൽ വെച്ചിട്ട് അവളുടെ തോളത്ത് കുത്തിയിട്ടുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജോണിനെ നിന്റെ അടുത്തേക്ക് വിളിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും എന്നൊക്കെയാണ് T-1000 പറയുന്നത്. എന്നാൽ അവളാണെങ്കിൽ വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് ബോബ് വീണ്ടും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പിന്നെയും അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. എന്നാൽ ആ ഫൈറ്റിനിടയിൽ T-1000 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ തൂങ്ങി നിൽക്കുന്ന ഒരു ഇരുമ്പ് വെച്ചിട്ട് ബോബിന്റെ തലക്കിട്ട് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. കുറെ നേരം ഇടിച്ചു കഴിയുമ്പോൾ അവനാണെങ്കിൽ തളർന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം താഴെ ഒരു തോക്ക് കിടക്കുന്നുണ്ട്. ബോബ് ആണെങ്കിൽ ആ തോക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും T-1000 അവന്റെ കയ്യിലുള്ള കമ്പി വെച്ചിട്ട് ബോബിന്റെ വയറ്റത്തിട്ടാണ് കുത്തുന്നത്. അവിടെയാണ് ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബാറ്ററി മൊത്തം നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ബോബ് ഇപ്പൊ നിശ്ചലമായിരിക്കുകയാണ്. എന്നാൽ അവൻ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ചെറിയൊരു ബാക്കപ്പ് പവർ ഉണ്ടായിരുന്നു. അത് ഓണായി കഴിയുമ്പോൾ ബോബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന ആ കമ്പി ഊരി മാറ്റുകയാണ്. എന്നിട്ട് വേഗം തന്നെ ആ തോക്കെടുക്കുകയും ചെയ്യുന്നു. ഈ സമയം ജോൺ ഉള്ളത് വേറൊരു സ്ഥലത്താണ്. അവൻ നോക്കുമ്പോൾ അവന്റെ അമ്മ ഇങ്ങനെ അവനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അപകടത്തിലാണ്, എന്നെ ഒന്ന് വന്ന് സഹായിക്കൂ എന്നൊക്കെയാണ് അവന്റെ അമ്മ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ജോൺ വേഗം അവന്റെ അമ്മയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അത് അവന്റെ അമ്മയായിരുന്നില്ല, ആ T-1000 ആയിരുന്നു അത്. യഥാർത്ഥ സാറ ആ T-1000 പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സാറ ഉടനെ തന്നെ ആ T-1000 ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ T-1000 ഇപ്പൊ നിൽക്കുന്നതിന്റെ താഴെയായിട്ട് ഉരുകിക്കൊണ്ടിരിക്കുന്ന സ്റ്റീലാണ്. അതിന്റെ അടുത്തേക്കാണ് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ തോക്കിൽ ഉണ്ട മൊത്തം തീരാണ്. അങ്ങനെ വീണ്ടും ആ T-1000 പഴയ പോലെ തന്നെ ആവുന്നു. അങ്ങനെ അവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ബോബ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ T-1000 നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവൻ പൊട്ടിച്ചിതറി പോകുന്നു. അങ്ങനെ അവന്റെ ആ അവശിഷ്ടങ്ങളൊക്കെ നേരെ വീഴുന്നത് താഴെ ഉരുകിക്കൊണ്ടിരിക്കുന്ന സ്റ്റീലിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ കൂടിച്ചേരാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ആ ലിക്വിഡ് നൈട്രജൻ അവന്റെ ശരീരത്തിലേക്ക് ആയപ്പോ തന്നെ അവന്റെ ആ കഴിവുകളൊക്കെ ഏകദേശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ മൊത്തത്തിൽ ആ ഉരുകിക്കൊണ്ടിരിക്കുന്ന സ്റ്റീലിൽ അലിഞ്ഞു ചേരുകയാണ്. അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ചിപ്പും
അതുപോലെ മറ്റേ ടെർമിനേറ്ററിന്റെ ആ കൈ ഉണ്ടല്ലോ അതും എടുത്ത് അവൻ ആ സ്റ്റീലിലേക്ക് എറിയുന്നുണ്ട്. അത് കാണുമ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനി ഒരു കാര്യം കൂടെ നശിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഭാവി സുരക്ഷിതമാവൂ. അതെന്റെ തലയ്ക്കകത്തുള്ള CPU ആണ്, അതും കൂടെ നശിപ്പിക്കണം. പക്ഷെ എനിക്ക് ഒരിക്കലും എന്നെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല, അത് നിങ്ങൾക്കേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ക്രെയിൻ്റെ ഒരു സ്വിച്ച് എടുത്ത് ബോബ് സാറയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അത് വാങ്ങിക്കുന്നത്. അങ്ങനെ അവരോടൊരു ബൈ പറഞ്ഞതിന് ശേഷം അവൻ ആ ക്രെയിനിലെ ചങ്ങല വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അവൻ ആ ഉരുകുന്ന സ്റ്റീലിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് നശിക്കുന്നതിന് മുമ്പ് അവൻ അവർക്കൊരു ഓൾ ദ ബെസ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കാണ് അവർ രണ്ടുപേരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. 1997 ഓഗസ്റ്റ് 29 ഒന്നും സംഭവിച്ചില്ല. ജനങ്ങൾ എന്നത്തെയും പോലെ ജോലിക്ക് പോയി. ഇന്നിപ്പോ 30 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സാറയ്ക്കാണെങ്കിൽ ശരിക്കും പ്രായമായി. അവളിപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ സംബന്ധിച്ചിട്ട് ഒരിക്കലും നടക്കാതെ പോയ ആ ഒരു ഡാർക്ക് ഫ്യൂച്ചർ അവളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു വേട്ടയാടുന്ന സ്വപ്നം പോലെ എന്നും അത് അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പ്രവചിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ജോൺ ഇപ്പൊ യുദ്ധം ചെയ്യുന്നത്. അതായത് അവനിപ്പോ പാർലമെന്റിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ജനങ്ങളൊക്കെ ഇപ്പൊ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള കാരണം ഒരു മെഷീനായിരുന്നു, ഒരു ടെർമിനേറ്റർ. ആ ഒരു മെഷീന് മനുഷ്യജീവന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടത് മനുഷ്യർക്കാവുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.